അതേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗവൺമെൻറ്റുകളൊരു തുടർച്ചയാണ്. കേരള സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ഒപ്പുവെച്ച ഒരു കരാറാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഏകപക്ഷീയമായി ഒരു കക്ഷിക്ക് പിന്മാറാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് സാധ്യമാക്കുക? ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഏതായാലും അടിയന്തരമായി അതിലൊരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്നൊന്നും ചെയ്യാനില്ല. അല്ല, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വശവും ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു വിദഗ്ധരുമായി ചർച്ച ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയും. ഞങ്ങൾ അതിലിപ്പോൾ പെട്ടെന്നൊരു എമർജൻസി കാണുന്നില്ല. ഇപ്പോൾ സ്കൂൾ തുറക്കണം, പാഠപുസ്തകം കൊടുക്കണം, അതൊക്കെ അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നതുപോലെ ഈ ഒപ്പിട്ട BM-ശ്രീയുടെ കാര്യത്തിൽ ഈ ഒരു നിലപാട് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഒപ്പിട്ടൊരു കരാറുണ്ട്. ആ കരാറിന്റെ തുടർച്ച എങ്ങനെയാവണം എന്നുള്ള സംബന്ധിച്ചൊരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ അതിൽ പൊളിറ്റിക്കൽ വശമുണ്ട്, മറ്റ് ഘടകങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കണ്ടേ? നിങ്ങളിപ്പോ ഇന്ന് തന്നെ തീരുമാനം എടുത്തു തരണം എന്ന് പറഞ്ഞാൽ അത് കഴിയുമോ? അതിന്റെ ഒരു എമർജൻസി അതിലില്ലല്ലോ. ലീഗിന്റെ നിലപാട് അക്കാര്യത്തിൽ സുവ്യക്തമാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അങ്ങനെ ഒരു പാഠ്യപദ്ധതിയോടുള്ള നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളത് പ്രഖ്യാപിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇതൊരു ഫെഡറൽ സംവിധാനത്തിലുള്ള രാജ്യമാണ്. ഇവിടെ ഇങ്ങനെ ഫണ്ടുകൾ നൽകുന്നതിന് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഉപാധികൾ വെക്കാൻ പാടില്ല. അത് നമ്മുടെ ഫെഡറൽ തത്വത്തിനെതിരാണ്. ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്, ഇന്നും പറയുന്നതാണ്. അയ്യോ, അല്ല, അത്തരം ചെറിയ കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്ത് അങ്ങനെ അതൊക്കെ അത് കാലങ്ങളായിട്ട് നടന്നു പോകുന്ന പോലെ അതൊക്കെ പോവും. അല്ല, അത് സംബന്ധിച്ചൊരു ചർച്ചയല്ലല്ലോ ഇപ്പൊ ഇവിടെ. അല്ല, ഇപ്പോ അത് സംബന്ധിച്ചൊരു ചർച്ചയല്ലല്ലോ നമ്മൾ നടത്തുന്നത്. അങ്ങനെ ഒരു പെർട്ടിക്കുലറായ ഒരു പരാതി കിട്ടിയാൽ പരിശോധിക്കാം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവകാശമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവകാശം നിഷേധിക്കാൻ പാടില്ല. ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വശവും പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ ചോദിക്കല്ലേ, ലീഡിംഗ് ക്വസ്റ്റ്യൻ നോട്ട് അലോ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.